ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ തൻസി ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ കുടുംബം ഉണ്ടെങ്കിൽ തന്നെ കാണാൻ വരാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കാണാൻ വരുന്നെന്നുള്ള രീതി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ തിരിച്ച് അവനുമായിട്ട് ഒന്ന് ചേരണമെന്നുള്ള രീതിയിലൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ 2 വട്ടം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അവനുമായിട്ട് അങ്ങനെ പോയിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും അത് നടന്നിട്ടില്ല. അവൻ ടോക്സിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പിരിയുന്നതും. പിന്നെ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് അതുപോലെ തന്നെ വേറെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവരുടെ കുടുംബം ഉണ്ടെങ്കിൽ ഇത് കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ചേരുന്നതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്ലാനും ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ വീഡിയോ വെളിയിൽ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് തൻസിയുടെ ഉമ്മയ്ക്കെതിരെ ഉണ്ടെങ്കിൽ രംഗത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉമ്മയുണ്ടെങ്കിൽ വിദേശത്തുണ്ടെങ്കിൽ സൂചിച്ച് ജീവിക്കുകയാണ്, മോളുടെ കാര്യമൊന്നും നോക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അമ്മയുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ താൻ ഒരു കമൻറ്റ് പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്തുണ്ടെങ്കിൽ കൂടെ പറഞ്ഞ് വിട്ടുകൂടായിരുന്നു, അയാൾ ക്ഷമ ചോദിച്ച് വന്നതല്ലയോ, ഈ തള്ളയൊക്കെ ചേർന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചായിരുന്നു ആ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ അതിന് മറുപടി എന്നുള്ള രീതിയിൽ പറഞ്ഞത് എൻ്റെ മോക്കുണ്ടെങ്കിൽ ഇത്ര നാൾ അവിടെ നിന്ന് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ആയിരുന്നു, അത് ഒട്ടും വയ്യാതായപ്പോഴാണ് വന്നത്, ഞാനുണ്ടെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലായിരുന്നു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.